ലൂമിനസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ 2ാം ഭാഗം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എണീറ്റ് ഇപ്പോൾ 8 മണിക്ക് പിള്ളേരുടെ ഇറങ്ങാൻ പറഞ്ഞു. പുറത്ത് നല്ല രസം കിട്ടും കാണാൻ വേണ്ടി. തണുപ്പുണ്ട്, അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. ഇപ്പം കാണുമൊന്നും വേണ്ട, പതുക്കെ കണ്ടായി. ഉണ്ട്, ഞങ്ങൾക്ക് ചാനലുണ്ട്. സ്വന്തം മഹേഷേൻ്റെ സ്വന്തം പേപ്പർ ആൻഡ് സാൾട്ടിനാണ് നമുക്ക് ഫുഡ് പറഞ്ഞേക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ട്രിപ്പും ഇവിടെയാണ് കൊടുക്കുന്നത്. ഞാൻ സുനിഞ്ഞാണ് പറയുമ്പോൾ എന്നാ പറയാറിയോ, എടാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ സൈഡ് സീൻ ഇവിടെ 2 സീൻ കാണിച്ചിട്ട് ഇവിടെ പയ്യെ പോകും. എന്നിട്ട് ഉച്ചയ്ക്ക് കൂടുതലൊരു ഫുഡ്, വൈകുന്നേരം വൃന്ദാവനിൽ സ്റ്റേ, അങ്ങനെ പറഞ്ഞേക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിള്ളേർ പതുക്കെ വണ്ടി വന്ന് കയറുന്നുണ്ട്. നമ്മൾ നേരെ ഫസ്റ്റ് സൈഡ് സീൻ കൊടുക്കുന്ന ടീ ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഊട്ടി ടീ ഫാക്ടറിയിലേക്ക് പോകാൻ വേണ്ടി വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മൾ ഊട്ടി ടീ ഫാക്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ബെന്ന് സംസാരിക്കും. ഇപ്പം സബായ് സൈസ് സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂൾ തിരുവാണിയൂരിലെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും ലെറ്റ്സ് എൻജോയ് ടൂർ പ്ലാനേഴ്സിൻ്റെയും ലൂമിനസ് ഹോളിഡേയ്സിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റിന്, നമ്മുടെ ടീച്ചർമാരുടെ സ്റ്റാഫുകളുടെയും സുപ്രഭാതം. ഇനി നമ്മൾ ഇന്നത്തെ ദിവസം ഫസ്റ്റ് പോകുന്നത് ഊട്ടി ടീ ഫാക്ടറിയിലേക്കാണ്. അതിൽ നിന്ന് എല്ലാവരും ഒളിമ്പ്യൻ അന്തോണി യാദം എന്ന് പറയുന്ന പടം കണ്ടതാണോ? അതിൻ്റെ അകത്ത് ഉള്ള ഒരു സ്കൂളുണ്ട്, ഓർക്കുന്നുണ്ടോ? എല്ലാവരും ബസ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി. ആ സ്കൂളിൽ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? പടത്തിൽ കണ്ടിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഒളിമ്പ്യൻ അന്തോണി യാദം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത സ്കൂളാണ് ബസ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. പിള്ളേർക്ക് എനർജി ആക്കി എടുക്കും. ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണമാണോ? ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. ഉള്ള ബാച്ചല്ലെന്നാണ് അച്ഛമ്മ പറഞ്ഞിരിക്കുന്നത്. അത് തിരുത്തി കൊടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇത് ഞങ്ങളിവിടെ പറയുന്നത് അനുസരിച്ച് ചെറുതായിട്ട് ഒരാളിവിടെ വീഡിയോ എടുക്കുന്നുണ്ടോ? നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ബസ്സിൻ്റെ ഈ TV-യുടെ താഴെയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ട്രിപ്പും ഒരു യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് വ്ലോഗായിട്ട് വരും. നമ്മൾ പോകുന്നത് ഊട്ടി ടീ ഫാക്ടറിയിലേക്കാണ്. ടീ ഫാക്ടറി പോകുന്ന നേരത്ത് നമുക്ക് ചോക്ലേറ്റ്, അതേപോലെ തന്നെ ചായപ്പൊടി കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ടുള്ള വിലയിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ കയറുന്നതിന് മുമ്പ് എല്ലാവർക്കും ഓരോ ടാഗ് തരും. നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവസാനം ഓരോ സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നേരത്തെ ആ ടാഗ് ആയിരിക്കും സ്കാൻ ചെയ്യുന്നത്. ഏറ്റവും അവസാനമാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും അതിൻ്റെ ബില്ലും കൂടെ തരുന്നത്. നമ്മൾ ആ ടാഗ് തന്നെ സ്കാൻ ചെയ്തതിന് ശേഷം അവസാനം പേയ്മെൻറ്റ് കൊടുത്ത് നമ്മുടെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ടീ ഫാക്ടറിക്ക് ശേഷം നമ്മൾ പോകുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. ബൊട്ടാനിക്കൽ ഗാർഡൻ കണ്ട് അതിന് ശേഷമായിരിക്കും നമ്മുടെ ലഞ്ച്. ഇപ്പോൾ ഫുഡ് കഴിച്ച സ്ഥലത്ത് തന്നെയായിരിക്കും നമ്മുടെ ലഞ്ച്. അതിനുശേഷം നമ്മൾ ഊട്ടി ലേക്കിലേക്കാണ് പോകുന്നത്. ഊട്ടി ലേക്കിലെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ട് അവിടെ ചെറിയ ഷോപ്പിംഗ്, ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലും ഊട്ടി ലേക്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് സാധനങ്ങൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും. ടീ ഫാക്ടറിയിൽ മാത്രം ഫിക്സഡ് പ്രൈസാണ്. അത് നിങ്ങൾക്ക് കയറാൻ നേരത്ത് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ചായപ്പൊടി ഉണ്ടാക്കുന്ന പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ അവരവിടെ കാണിച്ചു തരുകയും ചെയ്യും. ഓരോ ചായയും തരും. അപ്പം ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ ശേഷം നമ്മൾ ഊട്ടി ലേക്കിലേക്ക് പോകുന്നു. ലേക്കിലെ കാഴ്ചകളും കാര്യങ്ങളും അവിടെയുള്ള ലാസ്റ്റ് ഷോപ്പിങ്ങിനുള്ള അവസരമാണ്. ഇന്ന് ഉച്ച കഴിയാൻ നേരത്ത് ലേക്കിൻ്റെ അവിടെ ചെല്ലാൻ നേരത്ത് ലേക്കിൻ്റെ അവിടെയുള്ള ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ പൈൻ ഫോറസ്റ്റ് ഷൂട്ടിംഗ് പോയിൻ്റൊക്കെ കണ്ട് തിരിച്ച് ഒരു DJയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ വരെ നമ്മൾ സ്കൂളിലേക്ക്. ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ പ്ലാൻ. നമ്മളിങ്ങനെ ഈ റോഡ് കയറി ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ ഒരു റെഡ് കളർ ബിൽഡിംഗ് ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ
അവിടെയാണ് നമ്മൾ ചെല്ലുന്നത്. അതിൻ്റെ അതൊരു ടീ ഫാക്ടറി, അതിൻ്റെ മേളിൽ തൊട്ട് മേളിൽ വേറൊരു ടീ ഫാക്ടറി ഉണ്ട്. അവിടെയാണ് നമ്മൾ പിള്ളേർക്ക് വിസിറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വഴി കയറി ചെല്ലണം. ഇച്ചിരി കയറ്റമൊക്കെ ഉണ്ട്, ചെറിയ നൈസായിട്ടുള്ള കയറ്റങ്ങളാണ്. അപ്പം നമ്മൾ ഊട്ടി ടീ ഫാക്ടറിയിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഈ ബോർഡ് കാണുന്നിടത്ത് നിന്ന് നമ്മൾ നേരെ അകത്തോട്ട് കയറുമ്പോൾ ഈ മേളിലേക്ക് കിടക്കുന്ന വഴിയാണ് ദോടാപ്പേട്ട പോകുന്നത്. നമുക്ക് ദോടാപ്പേട്ട ഇല്ല, ദോടാപ്പേട്ട ട്രെക്കിംഗ് ആണ്. ജീപ്പിന് പോകേണ്ട വരും. ഇവിടുന്ന് നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റി വിടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ടീ ഫാക്ടറിയുടെ അകത്തോട്ട് കയറുന്നു. അപ്പം ഈ റൂട്ടിൽ 2 ടീ ഫാക്ടറി ഉള്ളത്. ആദ്യത്തെ ടീ ഫാക്ടറി അല്ല നമ്മൾ കയറ്റുന്ന വണ്ടി, രണ്ടാമത്തെ ടീ ഫാക്ടറിയിലാണ് നമ്മൾ പിള്ളേർക്ക് വിസിറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ടീ ഫാക്ടറി, ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ സബിൻ്റെ ഉള്ളിൽ കുറഞ്ഞ്. അപ്പം ഈ മേളിൽ കാണുന്നതാണ് ഫസ്റ്റ് ടീ ഫാക്ടറി. രണ്ടാമത്തെ ടീ ഫാക്ടറി തൊട്ടടുത്ത് തന്നെ മേളിൽ കാണുന്നതാണ്. അതിനേക്കാളും ഫസ്റ്റ് കാണുന്നത് ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി, സെക്കൻഡ് കാണുന്നത് ദോഡാപേട്ട ടീ ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. ആദ്യത്തെ ടീ ഫാക്ടറിനേക്കാളും കുറച്ചുകൂടെ നല്ലതും സാധനങ്ങളും കാര്യങ്ങളും പാർക്കിങ്ങും ഒക്കെ ഉള്ളത് രണ്ടാമത്തെ ടീ ഫാക്ടറിയാണ്. അത് അവിടെ ആണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ എൻട്രി പോയിന്റിലോട്ട് കയറുമോ എക്സിറ്റ് ചെയ്യുന്നത് തന്നെ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാനും എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ടീ ഫാക്ടറി എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ കുട്ടികൾക്ക് ടാഗും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പുറത്തെ സൈഡിൽ നിന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് കുട്ടികൾക്ക് ഓരോ ടാഗാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കയറാൻ നേരത്ത് തന്നെ കയ്യിൽ ഒരു ടാഗ് കെട്ടി കുട്ടികളൊക്കെ വിടും. അവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം അവസാനം ആയിരിക്കും ആ ടാഗ് സ്കാൻ ചെയ്യാൻ നേരത്ത് അവർ വാങ്ങിച്ച സാധനങ്ങളുടെ എമൗണ്ട് കിട്ടും. കണ്ടോ ഇതേപോലെ ഇതേ തന്നെ എഴുതിയിട്ടുണ്ട് ദോഡാപേട്ട ടീ ഫാക്ടറി. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സിപ്പ് ലൈനും അതേപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഇതിൻ്റെ പുറകിൽ. ഞങ്ങൾ വണ്ടി നിർത്തി കഴിയാൻ നേരത്ത് ഇതിൻ്റെ പുറകിലെ ബാക്കിലെ ആ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല വ്യൂ ആണ്. ഇത് പിടിച്ച് എൻ്റെ കുട്ടികളോട് പറഞ്ഞത്. ഹലോ, സൈഡിലോട്ട് കുറച്ച് പുറകിലായിട്ട് നോക്കിയ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ കണ്ടോ, ചെറുതായിട്ടാണ് ഒരു പാസേജ് വഴിയുടെ മുകളിലൂടെ. അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ കൂടി ലൈനായിട്ട് വരുന്നുണ്ട്. എങ്ങനത്തെ ഒരു ലൈനാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഹൊറിസോണലായിട്ടും വെർട്ടിക്കലായിട്ടും ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൃത്യമായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഇനി ടീ ഫാക്ടറിക്ക് അകത്തോട്ട് കയറുവാണ്. ഇവിടുന്ന് കയറാൻ നേരം നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നല്ലൊരു വ്യൂ പോയിൻ്റ് അല്ല, നല്ലൊരു വ്യൂ കിട്ടും നമുക്ക്. അങ്ങോട്ടൊന്നു അങ്ങോട്ടല്ല, പൊക്കത്തോട്ടാണ്. ഹായ്. നമ്മുടെ PTA പ്രസിഡന്റ്, നമ്മുടെ സ്കൂളിൻ്റെ HM. ഇതൊക്കെ ചാനൽ വരാതെ നേരത്തെ കേട്ടോ. ബാ പോരെ. നമ്മൾ ഈ ടീ ഫാക്ടറിക്ക് അകത്തോട്ട് വരാൻ നേരത്തെ പിള്ളേരൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് വരാൻ നേരത്ത് 1-2 കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. എൻട്രി ടിക്കറ്റ് ക്യാഷായിട്ടല്ല, ഗൂഗിൾ പേക്കകത്ത് തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ ക്യാഷായിട്ട് കരുതിയിട്ടുണ്ടെന്നാണെങ്കിൽ ഇവിടെ എൻട്രി എടുക്കാൻ പറ്റില്ല. ആ ഒരു എമൗണ്ട് നമ്മൾ ഗൂഗിൾ പേക്കകത്ത് കരുതിയിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക.
കുട്ടികളൊക്കെ ആയിട്ട് നമ്മളിവിടെ ക്യൂ ഒക്കെ നിന്ന് കഴിയാൻ നേരത്ത് ക്യാഷായിട്ട് കൊടുക്കാൻ നേരത്ത് ഗൂഗിൾ പേയിൽ ഉള്ള പേയ്മെൻറ്റ് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയാൻ നേരത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ടീ ഫാക്ടറി വരാൻ നേരത്ത് ഗൂഗിൾ പേയിൽ ഒരാൾക്ക് 20 രൂപ വീതമാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. അത് കരുതാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിയാൻ നേരത്ത് കുട്ടികൾക്കൊക്കെ ഓരോ ചായ ഫ്രീ കിട്ടും. എൻട്രി ടിക്കറ്റിൻ്റെ അകത്തുനിന്നായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തേയില ഉണ്ടാക്കുന്നതും തേയില തിരിക്കുന്ന ചായപ്പൊടി ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും. കുട്ടികളെല്ലാവരും തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ ഇനി ടീച്ചേഴ്സും പിക്ക് പ്രസിഡന്റും കൂടെ വന്നാൽ മതി. കുട്ടികൾക്ക് നമ്മുടെ ഫാക്ടറി വിസിറ്റൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് സ്കൂൾ കുട്ടികളെയൊക്കെ നമ്മൾക്ക് അങ്ങോട്ട് വിടുവാണ്. ഇവിടെ നമ്മുടെ ടീ ഫാക്ടറിയുടെ തേയില ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ നമുക്കിതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. തല നോക്കണേ, തല തട്ടാതെ. ഓക്കെ 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 ആദ്യമേ കണ്ടോ ആ ഇല പ്രോസസ്സൊക്കെ ചെയ്ത് വാഷൊക്കെ ചെയ്ത് ഒരു പരുവത്തിനായി വരുന്നു. ഓരോ തവണ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് അടുത്ത മിഷനിലോട്ട് വരാൻ നേരത്തെ അത് ചെറുതായി അവസാനം ഒരു തേയിലപ്പൊടിയുടെ വീട്ടിൽ നമ്മൾ പാക്കറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. കളർ അവസാനം ആ നേരത്തെ മാറുക. കണ്ടോ ആ ഇല പയ്യെ പൊടിച്ച് ചെറിയ പീസായിട്ട് വരുന്നുണ്ടോ? എന്തോരം പ്രോസസ്സൊക്കെ ചെയ്തതല്ലേ ഒരു ചായപ്പൊടി നമ്മുടെ അടുത്തോട്ട് കിട്ടുന്നത്. കാപ്പിപ്പൊടിയൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്. കാപ്പിക്കുരി എടുത്ത് ഉണക്കി പൊടിച്ചാൽ മതി. കാപ്പിപ്പൊടി ചായപ്പൊടിയുടെ ആ കളർ കിട്ടി കേട്ടോ. അവസാനം പാക്ഡ് രൂപത്തിൽ ഇതേപോലെ കൊണ്ടുപോയി കിട്ടും. മെഷീനിൽ നിന്ന് വരുന്നു, പ്രോസസ്സ് ചെയ്ത് പാക്കറ്റുകളിലായിട്ട് റെഡി ടു കൺസ്യൂം. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കുള്ള ചായ പ്രോസസ്സ് ചെയ്ത് വിടുന്ന തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടും. ബാട്ടർ ചായ കുടിക്കും. ചായ എടുത്തോ. അങ്ങനെ എനിക്കും ഒരു ചായ കിട്ടി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. ഷോപ്പിങ്ങിനായിട്ട് ചായപ്പൊടി, ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ക്വാളിറ്റി എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ്. നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ലേക്കിൻ്റെ അവിടെയൊക്കെ ആണെങ്കിലും അതേപോലെ ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ ആണെങ്കിലും ചെറുതായിട്ടൊക്കെ ബാർഗെയിനിങ് ഒക്കെ നൽകും. ഇവിടെ അങ്ങനെ ബാർഗെയിനിങ് ഒന്നും പറ്റില്ല. എങ്കിൽ കൂടി നല്ല തേയിലപ്പൊടികളും അതേപോലെ തന്നെ ചോക്ലേറ്റ് ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ഫുള്ള് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസ് ചെയ്തതിന് ശേഷമായിട്ട് അവസാനം പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഇത് തേയില വാങ്ങിക്കാൻ നിൽക്കുന്നവരുടെ, തേയിലപ്പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നവരുടെ തിരക്കാണ്. ഇത് കഴിയാൻ നേരത്തെ ഇവിടെ ഈ ഓയിൽ ഹെർബൽ ഐറ്റംസൊക്കെ ഉണ്ട്. പുഴുത്തൈലം കാര്യങ്ങൾ അതേപോലെ ഉള്ള ഐറ്റംസൊക്കെ ഇവിടെയുണ്ട്. ഇത് കഴിഞ്ഞ് അതിനുള്ള പർച്ചേസ് നടത്തുന്ന ഇവിടുന്ന് ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ഐറ്റംസ് കിട്ടും. ഇനി അടുത്തത് ടീ ഫാക്ടറിയാണ്. ടീ ഫാക്ടറിയും പിന്നെ അതേപോലെ സ്പൈസസും കാര്യങ്ങളും ഒക്കെ ഉള്ള പോയിൻ്റാണ്. ഓരോ പോയിൻ്റ്. അപ്പോൾ നേരത്തെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം വാങ്ങിച്ച് കഴിയാൻ നേരത്തെ ഒറ്റ പോയിൻറ്റ് പേയ്മെൻറ്റ് അടയ്ക്കാൻ നേരത്തെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് അടച്ചടച്ച് പോകണം തോന്നുന്നു. ചെറിയ മാറ്റങ്ങൾ ഓരോ കൊല്ലം ആകാൻ നേരത്ത് വരും. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഇപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ തുടങ്ങിയല്ലേ.
പിള്ളേരുമായിട്ട് കുറേ തവണ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുന്ന വളരെ ചുരുക്കമാണ്, അറിയാമല്ലോ. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ടീ ഫാക്ടറിക്കകത്തുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ചോക്ലേറ്റ് പ്രോസസ്സിംഗ് ആണ് അവർ കാണിക്കുന്നത്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും ഇവിടെ സാമ്പിൾ കിട്ടും. നമുക്ക് ഏതായാലും സാമ്പിൾ മതി, 1-2 സാമ്പിൾ നോക്കാം. സാമ്പിൾ അങ്ങനെ എനിക്കും കിട്ടി 3 സാമ്പിൾ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് കഴിക്കാൻ നേരത്തെ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകും. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ പോകുന്ന നേരത്തെ ബോക്സിൽ 50 രൂപ 100 രൂപ പറഞ്ഞു വെക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഭാഗങ്ങൾ എങ്ങനെയാണെന്നും കൂടെ അറിയണം. അത് നമുക്ക് പൈപ്പിൽ നിന്ന് പോയി നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് ഡബിളായിട്ട് വരും, ഡബിൾ ടു ത്രിബിളൊക്കെ വരും. 50 രൂപയ്ക്ക് കിട്ടുന്ന 100 ഗ്രാം ബോക്സിനൊക്കെ ഏകദേശം 140 രൂപ റേഞ്ച്. പക്ഷേ ക്വാളിറ്റിയിൽ അതനുസരിച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ടീ ഫാക്ടറി കണ്ടിറങ്ങി വെച്ച് വണ്ടി കിടക്കുന്ന സ്ഥലം വരെ വണ്ടി നമ്മളെ കാത്തത് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ എൽദൂസുകാരനും ആയിത്തേണ്ണും അങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ആയിത്തേണ്ണൻ എല്ലാ തവണയും ഒരു പരാതിയായിരുന്നു, ഞാൻ തന്നെയാണ് വ്ളോഗ് എടുക്കുന്നത്, ആരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലയെന്ന്. എന്നാൽ പുള്ളിനെ ഇന്നൊരു ചെറിയൊരു മാറ്റം ആയിക്കോട്ടെ എന്നോർത്ത് ചെറിയ രീതി വീഡിയോ എടുക്കുക. എത്രമാത്രം വിജയകരമാകുമെന്നൊന്നും അറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നാണെങ്കിൽ ചേട്ടോ ഇവിടെ ഒന്നുമില്ല. ടീ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയത് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിയും. ബൊട്ടാണിക്കൽ ഗാർഡൻ നേരെ ഫ്രണ്ടിലാണ്. പാർക്കിംഗ് ഇവിടെയാണ്. പാർക്കിംഗ് കൊണ്ടിട്ട് പിള്ളേരിച്ചിരി നടന്ന് അങ്ങോട്ട് പോകണം. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ പോകാൻ നേരത്ത് ഈ കുറച്ച് പേരുടെ കയ്യിൽ ഒരു മഞ്ഞ കളർ പൂവൊക്കെ ഇരിക്കുന്നതുണ്ടോ? ആ പൂവിനാണ് ഊട്ടിപ്പൂ എന്ന് പറയും. ഊട്ടിപ്പൂവും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കുക. അത് കുറച്ച് അധികം നാൾ നിൽക്കുന്ന സാധനമാണ് ഊട്ടിപ്പൂ. അതേപോലെ തന്നെ ഊട്ടി വർക്കി എന്ന് പറയുന്ന സാധനമുണ്ട്, അത് കഴിക്കുന്ന സാധനമാണ്. ഊട്ടി വർക്കിയും അതേപോലെ ഊട്ടിപ്പൂവൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ചെറിയ ഷോപ്പിംഗ് ഐറ്റംസും കാര്യങ്ങളും, കീ ചെയിന്, അതേപോലെ തന്നെ ഡോള് ടോയ്സും ഒക്കെ വാങ്ങിക്കാനും സമയമുണ്ട്. 12:30 ആകാൻ നേരത്ത് 10 ദിവസമായിട്ട് ഉള്ളൂ. 12:30 ആകാൻ നേരത്തെ തിരിച്ച് വണ്ടി വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏകദേശം 2 മണിക്കൂറോളം സമയമുണ്ട്. 12:30 ആകാൻ നേരത്ത് നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൃത്യം വണ്ടി വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ. ഹായ്. ഈ കാണുന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡന്. നമ്മുടെ പിള്ളേരെ അതിൻ്റെ അകത്തോട്ട് കയറി ടിക്കറ്റൊക്കെ എടുത്ത് കയറ്റി വിട്ടു. പിന്നെ ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇതിലേന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാമെന്ന് ഓർത്തു. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്തുനിന്ന് ഞങ്ങളൊരു ബാഗൊക്കെ മേടിച്ച് ഞങ്ങളിനി അങ്ങോട്ട് വണ്ടി ഇട്ടേക്കുന്നിടത്തേക്ക് പോവുകയാണ്. എന്ത് പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇവിടെ വെക്കുന്നതെന്ന് നോക്കി. എല്ലാം ഫ്രഷ് സാധനങ്ങളാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ പിള്ളേരാണ്. ഇപ്പം ഇനി ഇവിടുന്ന് വണ്ടി എടുത്തതിന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. 5-6 പേര് നേരത്തെ വന്നിരുന്നുണ്ട് വണ്ടിയിൽ. പിന്നെ നമ്മൾ മഹേഷേണ്ണ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി എടുക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കേണ്ട ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ എത്തി. പിള്ളേർ ബൈക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മഴ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ഇത്. പെപ്പർ ആൻഡ് സാൾട്ട് എന്ന് പറയും. മഹേഷേൻ്റെ പ്രോപ്പർട്ടിയാണ്.
ഇവിടെ അക്കോമഡേഷന്, ഫുഡ് എല്ലാം അവർ തരുന്നതാണ്. നല്ല ഫുഡും നല്ലൊരു നമുക്ക് പെരുമാറ്റങ്ങളൊക്കെയാണല്ലോ അവരുടെ, നല്ല പെരുമാറ്റങ്ങളാണ്. മലയാളിയാണ്, തൊടുപുഴക്കാരൻ്റെയാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഫാമിലിയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ നമ്മൾ കോൺടാക്ട് കിട്ടുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സമയമുണ്ട്. നമ്മളിവിടുന്ന് തിരിച്ച് കയറാൻ ഉദ്ദേശിക്കുന്ന സമയം 3:30 3:30 ആകാൻ നേരത്തെ കൃത്യമായി എല്ലാവരും വണ്ടി വരാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഷോപ്പിങ്ങിനായിട്ടുള്ള അവസാനത്തെ സ്പോട്ട് കൂടിയാണ് ഇത്. ഊട്ടിയിലേക്ക് ഒരു കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലി മെയ്ഡ് ചെയ്തേക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന ഒരു ലേക്കാണ്. വേണം പോകാൻ. നമ്മളതിൻ്റെ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എടുത്തു തരും. പിന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കൃത്യമായിട്ട് 3:30 ആകാൻ നേരത്ത് തിരിച്ച് വണ്ടി വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുടയുള്ളവർ കയ്യിൽ കരുതുക. ചെറിയ മഴയുണ്ട് പുറത്ത്. ലേക്കിൻ്റെ അവിടെ ഇറക്കാൻ നോക്കിയപ്പോഴത്തേക്ക് നല്ല കട്ട മഴയായി. ഇപ്പോൾ പിള്ളേർക്ക് 10 മിനിറ്റ് വണ്ടി കയറി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇറക്കി വിടാം. മഴ ഇച്ചിരി കുറഞ്ഞിട്ട് പിള്ളേരെ നമുക്ക് ലേക്കിൻ്റെ അങ്ങോട്ട് ഇറക്കി വിടാം. ഹലോ ഗായ്സ്, നമ്മളിപ്പം ഊട്ടി ലേക്കിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കുട്ടികളെല്ലാം ആയിട്ട് ഊട്ടി ലേക്കിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ലേക്കിൻ്റെ എൻട്രി ഒരാൾക്ക് വരുന്നത് 25 രൂപയാണ്. കുട്ടികളൊക്കെ ആണെങ്കിലും 5 വയസ്സിൽ പൊക്കത്തോട്ട് എല്ലാവർക്കും കോമൺ ആണ്. 25 രൂപ വീതം എൻട്രി ടിക്കറ്റ് എടുക്കണം. എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം ലേക്കിൻ്റെ അങ്ങോട്ട് ബോട്ടിങ്ങിന് പോകും. ബോട്ടിങ്ങിന് പോകുന്ന വഴിയാണിത്. ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറിൽ. ഇനിയിപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി പോവുകയാണ്. ബോട്ടിങ്ങിനുള്ള എൻട്രൻസ് വഴി പോവുകയാണ്. നമ്മളെല്ലാവർക്കും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റും കാണാമൊക്കെ ഒരാൾക്ക് 25 രൂപ വരുന്ന രീതിയിൽ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് ആ എൻട്രൻസ് പോയിൻ്റ് കണ്ടോ, അങ്ങോട്ടാട്ടോ പോകുന്നത്. അത് കഴിഞ്ഞ് ഇതിന് വേറെ ബോട്ടിങ്ങിന് വേറെ സെപ്പറേറ്റ് പേയ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ എൻട്രൻസ് മാത്രം ഒരാൾക്ക് 25 രൂപ വരുന്ന രീതിയിൽ. 2 പേരുള്ള പെഡൽ ബോട്ടിംഗ് ഉണ്ട്. അതിനൊരാൾക്ക് 350 രൂപയോളം ആകും. 5 പേരുള്ള ബോട്ടിംഗ് ഉണ്ട്. 6 പേരുള്ള രീതിയിലുള്ള ബോട്ടിംഗ് ഉണ്ട്. പല ടൈപ്പ് ബോട്ടുണ്ട്. പെഡൽ ബോട്ടുണ്ട്, നോർമൽ ബോട്ടുണ്ട്. ഇതുവഴി ഇനിയിപ്പോൾ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഇതുവഴി കുട്ടികളെ അങ്ങോട്ട് ഇറക്കും. ഇതുകൊണ്ട് നമ്മുടെ ഇവിടെ എൻട്രൻസിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ്. ഊട്ടി ലേക്കിനെ, ഊട്ടിയുടെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ, അതായത് ഊട്ടി കവർ ചെയ്യേണ്ട സ്ഥലങ്ങൾ. ഊട്ടി മാത്രമല്ല കേട്ടോ, ഊട്ടിയിൽ നിന്ന് നമ്മുടെ ടോയ് ട്രെയിനിൻ്റെ ഉണ്ട്, മിലിറ്ററി ക്യാമ്പിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇത് ഊട്ടി ലേക്കിൻ്റെ ബോട്ടിങ്ങിൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അല്ല കേട്ടോ, ഇത് തോന്നുന്ന തമിഴ്നാട് ഫുള്ളും ഉണ്ടെന്ന് തോന്നുന്നത്. ഇവിടെ വേളാങ്കണ്ണി പള്ളിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പോണ്ടിച്ചേരി ഓറോവില്ലയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പോണ്ടിച്ചേരി ഗ്ലോബ് അല്ലെങ്കിൽ ഓറോവില്ല എന്ന് പറയുന്ന സ്ഥലത്താണിത്. പോണ്ടിച്ചേരി പോയവർക്കൊക്കെ അറിയാം. നല്ലൊരു മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സ്വർഗരാജ്യം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ മിറ അൽഫാസാണെന്ന് തോന്നുന്നു, ഒരു ഫ്രഞ്ച് യുവതിയുടെ, അതേപോലെ ഓറോബിന്ദു ഘോഷ് എന്ന് പറയുന്ന ഒരു ഫ്രീഡം ഫൈറ്റർ, എൻ്റെ മോട്ടിവേഷനിൽ പുള്ളിക്കാരത്തി സ്റ്റാർട്ട് ചെയ്ത ഒരു പുതിയൊരു കൺസെപ്റ്റ് അല്ല, ലോകത്തെ തന്നെ ഒരേ ഒരു കൺസെപ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. പറയുന്ന സ്ഥലമാണ് ഓറോവില്ല. ഇപ്പുറത്തെ സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട് ടൂറിസത്തിൻ്റെ ബോട്ട് ഹൗസ്, തമിഴ്നാട് ടൂറിസം കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ, പാമ്പം പാലവും മഹാബലിപുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം കണ്ടോ, മഹാബലിപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പല്ലവ രാജാക്കന്മാരുടെയൊക്കെ ഒരു ശില്പകലാ വിദ്യാലയമായിട്ടുള്ള സ്ഥലം ഈ പറയുന്ന മഹാബലിപുരം. ഞങ്ങളീ മഹാബലിപുരം അതേപോലെ പോണ്ടിച്ചേരിയൊക്കെ ട്രിപ്പുകളുണ്ട്. ഊട്ടി, നമ്മളിപ്പോൾ ഊട്ടി കൊടൈക്കനാലൊക്കെ എല്ലാവരും പോകുന്ന സ്ഥലമാണ്. പുതിയതായിട്ട് ഇത്തവണ ഒരുപാട് പേര് പോയി കണ്ടിട്ടും കേട്ടിട്ടുമുള്ള ഒരു സ്ഥലമാണ്. പുതിയതായിട്ട് റീസെൻ്റായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട് സ്ഥലമാണ് ഏർക്കാട് മിനി ഊട്ടി എന്നറിയപ്പെടുന്നത്. അവിടെയും ഇതേപോലെ തന്നെ ലേക്കും കാര്യങ്ങളും, പിന്നെ ജെൻ സീറ്റ്, ലേഡീസ് സീറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യൂ പോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന ഏർക്കാട്. ഹൊഗനക്കലിൻ്റെ ഒക്കെ മനോഹരമായിട്ടുള്ള ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഹൊഗനക്കൽ എല്ലാവർക്കും അറിയാമല്ലോ. ഹൊഗനക്കൽ നമ്മുടെ നരൻ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണ്. കൊട്ടവഞ്ചി റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ചെന്നൈയിലും മധുര തുടങ്ങിയ ഒരുപാട് തമിഴ്നാട്ടിലെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ എല്ലാം ഫോട്ടോ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ എല്ലാവരും കയറ്റി വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ച് മഴയൊക്കെ വന്നപ്പോൾ ചെറിയ പൊടിമഴയുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു. ഞങ്ങൾ ഏതായാലും ലഞ്ച് സമയത്തായതുകൊണ്ട് മഴ നമുക്കിതുവരെ ഒരു വലിയ പ്രശ്നമായിട്ട് വന്നിട്ടില്ല. സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പിങ്ങിനുള്ള സ്പോട്ടുകളുണ്ട് കേട്ടോ. ഈ ലേക്കിൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിലും ഫ്രൂട്ട്സും കാര്യങ്ങളും, അതേപോലെ തന്നെ
കുട്ടികൾ ഈ സ്കൂൾ പിള്ളേരൊക്കെ ആയിട്ട് വരാൻ നേരത്തെ അവർക്ക് ഒരുപാട് ഷോപ്പിങ്ങിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കാണിച്ചു തരാം. ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ, കാണുന്നുണ്ടോ? ഇവിടെ മൊത്തം ഇതിൻ്റെ അകത്ത് മൊത്തം ഷോപ്പിങ്ങിന് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റ്. ഒരു കണ്ണാടിയൊക്കെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ 80 രൂപ. 100 രൂപയാണ് ആ ചേട്ടൻ പറഞ്ഞ് 80 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. 2 പിള്ളേർ വാങ്ങിക്കുന്ന കണ്ടു. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടും. അതേപോലെ തന്നെ കുതിര സവാരി വേണ്ടവർക്ക് കുതിര സവാരിയൊക്കെ ഇവിടെ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ഊട്ടിപ്പൂ കണ്ടിട്ടുണ്ടോ? ഊട്ടി വരാൻ നേരത്ത് ആൾക്കാർ കൂടുതലായിട്ടും വാങ്ങിച്ച് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഊട്ടിപ്പൂ. ഇതാട്ടോ ഊട്ടിപ്പൂ. ഇതൊരുപാട് നാളുകൾ ഇങ്ങനെ നിൽക്കുന്ന പൂവാണ്, പെട്ടെന്ന് വാടിപ്പോകത്തൊന്നുമില്ല. അതേപോലെ തന്നെ ഊട്ടി വർക്കി എന്ന് പറയുന്നത് അത് കഴിക്കുന്ന ഒരു സാധനമാണ്. അത് ഈ പപ്സൊക്കെ പോലെ ഇരിക്കും, അത്ര വലുപ്പമൊന്നുമില്ല എങ്കിൽ പോലും ചെറിയൊരു സാധനമാണ്. അതും ഊട്ടിപ്പൂവൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ച് ഇവിടെ കണ്ടിട്ടുണ്ട്. വേറെ ഒരുപാട് കുട്ടികളുണ്ട്. ഊട്ടി അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ തിരക്കുണ്ട്. ഞാൻ തിരിച്ച് ബസ്സിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. കുട്ടികളോട് സമയം പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു 3:30 കഴിയാൻ നേരത്ത് കുട്ടികൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കണ്ടിട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇനി പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റും ഷൂട്ടിംഗ് പോയിൻറ്റും ഒക്കെ കണ്ട് ഞങ്ങൾക്ക് ഗൂഡല്ലൂർ ഒരു DJ പരിപാടിയൊക്കെ ഉണ്ട്. DJ ഒക്കെ കണ്ട് DJ ഒക്കെ ആസ്വദിച്ച് പിന്നെ അവിടെ നിന്നായിരിക്കും ഡിന്നറും കാര്യങ്ങളൊക്കെ. ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. നാളെ ഞായറാഴ്ച രാവിലെ ആകാൻ നേരത്ത് കുട്ടികളെ കൊണ്ടിറക്കാമെന്നുള്ളൊരു പ്രതീക്ഷ പോകുന്നു. ഞങ്ങളിവിടെ തിരിച്ച് വണ്ടിയുടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. എൽദോസിയേട്ടൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന പരിപാടി ഇല്ലെന്നാണ് തോന്നുന്നത്. പുള്ളി അവിടെ തന്നെ സ്ഥാനം പിടിച്ചേക്കുവാണ്. ഹൈത്തേട്ടൻ പാവം റെസ്റ്റ് ചെയ്യുകയെന്ന് തോന്നുന്നു. ലേക്കിൻ്റെ ഇവിടെ അത്യാവശ്യം പുതിയ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടംപോലെ തുടങ്ങിയിട്ടുണ്ട്. സിപ്പ് ലൈന്, അതേപോലെ തന്നെ ഒരുപാട് റൈഡുകളൊക്കെ ലേക്കിൻ്റെ പുറകിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വാട്ടർ ആക്ടിവിറ്റിയും നോൺ വാട്ടർ ആക്ടിവിറ്റിയായി. അപ്പം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിനിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോകും. ആൾ നല്ല ഉറക്കത്തിലാണ്. ഫോണും തന്നു വിട്ട് എന്നെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് കിടന്നുറങ്ങുന്നു. ഇന്ന് റെസ്റ്റാണെന്ന് പറഞ്ഞു. എണീറ്റു ഇന്ന് പയ്യെ തിരിച്ചിറങ്ങുവാണ്. ഗൂഡല്ലൂർ വഴിക്കാണ് പോകുന്നത്. ഗൂഡല്ലൂർ വഴി ഉള്ള യാത്രയാണ്. യാത്രയിൽ ഇതേപോലെ നല്ല മരങ്ങളും നല്ല സീനറികളും ഒക്കെ 2 സൈഡിലുമായിട്ട് കാണാൻ സാധിക്കും. ടൈം 5 മണി കഴിയാൻ നേരത്തെ ക്ലോസ് ആകും. അതുകൊണ്ട് മാക്സിമം നേരത്തെ ഒരു 4:45 കൂടി തന്നെ പൈൻ ഫോറസ്റ്റ് കണ്ട് തിരിച്ചിറങ്ങാൻ വേണ്ടി നോക്കുക. നമ്മൾ അടുത്ത ഫോട്ടോ ഷൂട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഊട്ടി ട്രിപ്പിൻ്റെ ലാസ്റ്റ് സൈഡ് സീൻ ഇപ്പോൾ വരുന്നത് ഷൂട്ടിംഗ് പോയിന്റിലാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ വഴിക്കടവ് ചുരം വഴി തിരിച്ച് റിട്ടേൺ തിരുവായൂർക്ക് തന്നെ പോകും. ഏകദേശം എത്താറായി നമ്മൾ ഷൂട്ടിംഗ് പോയിന്റിൻ്റെ അടുത്തേക്ക്. അടുത്തതായി നമ്മൾ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്പോട്ട് കൂടെയായ ഷൂട്ടിംഗ് പോയിന്റിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് മലയാളം തമിഴ് ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്ന സ്പോട്ടാണ്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 5:20 ആയിട്ടുണ്ട്. 6:20 ആകാൻ നേരത്ത് കൃത്യം വണ്ടിയെ കയറാൻ വേണ്ടി ശ്രദ്ധിക്കുക. 5:30 വരെയാണ് എൻട്രി ഉള്ളത്. തിരിച്ച് നമുക്ക് 6:30 വരെയൊക്കെ അവിടെ നിൽക്കാം, കുഴപ്പമില്ല. 7 മണി ആകാൻ നേരത്ത് വരെ സമയമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷൂട്ടിംഗ് പോയിന്റിൻ്റെ